ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. പുറം വശം ചെറിയൊരു ക്രിസ്പിയോട് കൂടിയിട്ട് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കപ്പിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് എടുക്കുന്നതൊക്കെ ഒരു കറക്റ്റ് അളവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്നാക്സിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയില്ലെങ്കിൽ കായത്തിൻ്റെ ചെറിയൊരു കഷ്ണം വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തിയതിൻ്റെ ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി വരുമ്പോൾ പുറം വശം നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. 3/4 കപ്പ് കടലപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ 1.5 കപ്പ് വെള്ളം കറക്റ്റ് അളവായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 250 ml കപ്പിന് 3/4 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പിന് 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടാണ് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ റിസ്ക് ഒന്നുമില്ല. കടലപ്പൊടി അരിപ്പൊടിയൊക്കെ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സായിട്ട് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ അതാ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലെയിം ഓണാക്കാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം മിക്സാക്കിയതിൻ്റെ ശേഷം മാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്താൽ മതി. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് വേണം കേട്ടോ ഇത് നല്ലപോലെ നായി കിട്ടാൻ. 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ടയായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഈ ഒരു സമയം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. എല്ലാ വശം ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ഒരേ ലെവലായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗത്ത് കട്ട പിടിക്കും. നല്ല തിക്കായിട്ട് വരുന്ന ഈ ഒരു സമയം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലെ വെള്ളം നല്ലപോലെ വറ്റി വരുമ്പോഴത്തേക്കും ഈ ഒരു മാവ് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കൂടുതൽ സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ വല്ലാണ്ട് പിടിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ. അടിവശം നല്ല കട്ടിയുള്ള പാത്രം എടുത്താലേ ഉള്ളൂ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചിട്ട് കരിഞ്ഞു പോകും. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് പാകത്തിൽ കിട്ടില്ല. അപ്പോൾ അത് ആ പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവുണ്ടല്ലോ അത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം കേട്ടോ നമ്മളിത് എടുക്കേണ്ടത്. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത് വന്നതിൻ്റെ ശേഷം കണ്ടോ കയ്യിലിട്ടിട്ട് നമ്മളിതിങ്ങനെ ഉരുട്ടുമ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വലിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ സ്നാക്സൊക്കെ തയ്യാറാക്കുമ്പോൾ ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാവൊക്കെ ഉണ്ടല്ലോ, അത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ എന്തായാലും അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ കൈവച്ചിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നല്ലപോലെ കുഴച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ ഇതിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കയ്യിൽ ആദ്യം ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക കേട്ടോ. അതിൽ കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും. ഇനിയിപ്പോൾ ഓയിൽ തന്നെ വേണമെന്നില്ല, കൈയൊന്ന് നനച്ച് കൊടുത്താലും മതി കേട്ടോ. വെള്ളത്തിലൊന്ന് നനച്ച് കൊടുത്താലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് വലിയൊരു ഉരുളനെയാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തി മാവിനൊക്കെ എടുക്കുമല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ പോലെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ ആകൃതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഷേപ്പാക്കാമല്ലോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചില സ്നാക്സൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കൂടുതൽ സമയം വെക്കാതെ ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരുമല്ലോ. ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ മുഴുവനായിട്ടും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന കടലപ്പൊടി നമ്മൾ വേവിച്ചെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് വലിയ പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം തന്നെ കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്നാക്സ് ഒട്ടും ഓയിൽ കുടിക്കില്ല കേട്ടോ. ചില സ്നാക്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ നല്ലപോലെ കുടിക്കും. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഒട്ടും ഓയിൽ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഏകദേശം 2 മിനിറ്റോളം തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു സൈഡ് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ മുട്ടയിലോ അല്ലെങ്കിൽ മൈദയിലോ ഒന്നും കോട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. തിരിച്ചിട്ടതിൻ്റെ ശേഷം നമ്മൾ 2 മിനിറ്റോളം തന്നെ വെക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു ഭാഗം ഇതേപോലെ ആയി കിട്ടുള്ളൂ. ഈ ഒരു കളറാകുമ്പോഴത്തേന് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്നോ കൂടുതലായിട്ട് സമയം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ടിട്ടും കുറച്ചും കൂടെ സമയം വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറും മാറും, അതുപോലെ തന്നെ ഇതിന് ടേസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു വശം നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാ സ്നാക്സും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കടലപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.